ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. 2025 നീറ്റ് എഴുതി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. കാരണം ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത് മുഴുവൻ ഒരു വർഷത്തെ ഹാഫ് ഇയറുകളിലുണ്ടായിരുന്ന എൻ്റെ ചോദ്യപേപ്പറും ആൻസർ പേപ്പറും സൊല്യൂഷൻസും അങ്ങനെയുള്ള ഒത്തടങ്ങിയ ഒരു ഫയലാണ് കേട്ടോ ഇത് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ OMR നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാവും അല്ലേ? ഒരു നീറ്റ് എഴുതിയ ആൾക്കാർക്ക് എന്തായാലും ഇത് പരിചയം ഉണ്ടാവും. അപ്പോൾ ഇത് മിക്കവരും കാണുന്നവർ നീറ്റ് എഴുതി റിസൾട്ടും കഴിഞ്ഞ് കീമിൻ്റെ റാങ്കിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മുഴുവൻ ഒരു വർഷത്തെ പകുതി മാസങ്ങളിലെ പേപ്പറുകളാണ്. ഒരു വർഷത്തിൽ ഇതിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്. അത് തികയാത്തതുകൊണ്ട് ഞാനൊരു പെട്ടിയിലിട്ട് വെച്ചിരിക്കുക. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്നാൽ ഞാനൊരു 2 വർഷം ഡ്രോപ്പറാണ്. അപ്പോൾ ഇതിലും അധികം സാധനങ്ങളാണ്. എൻ്റെ വീട്ടിലൊരു റൂം നിറയെ ഇതാണ്. അതിശോക്തി പറഞ്ഞ കേട്ടോ, റൂം നിറയൊന്നുമില്ല, ഒരു പകുതി ഒരു പെട്ടിയെങ്കിലും എൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഫുൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും, എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, ഇനി എന്തിന് പോകണം, 2 വർഷം പോയല്ലോ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാനും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെൻറ്റാങ്ക്ലാർട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്ത കുറച്ച് ഞാനിവിടെ ചുമരിലൊട്ടിച്ച് വെച്ചു എൻ്റെ റൂമിൽ. കാരണം ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്ന് എനിക്ക് പല സംശയം വന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കൊളാവുമെന്ന്, പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്. നീറ്റ് പോലെയല്ല, ഇത് അടിപൊളിയായി വരും. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് എനിക്കിത് തന്നെ രാവിലെ എണീച്ച് ഞാൻ എൻ്റെ ചുമരുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തല്ലോ എന്ന്. അപ്പം നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. ഇതൊക്കെ ഞാനൊരു യൂട്യൂബിൽ നിന്ന് കണ്ട് ചെയ്തതാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തല്ല, മറ്റ് യൂട്യൂബിൽ നിന്നും പിൻട്രസ്റ്റുകളിൽ നിന്നും ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് കണ്ടതാണ്. അപ്പം നിങ്ങൾക്കിതൊരു നല്ല ഐഡിയ ആണ്. ഇത് വളരെ സാറ്റിസ്ഫൈങ് ആണ് ഗൈസ്. അതായത് നല്ലൊരു ദോശക്കല്ലിൽ ദോശമാവ് ഒഴിച്ച് ഇങ്ങനെ പരത്തുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഈ ഒരു സെൻറ്റാങ്ക്ലാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിന് പുറമെ ഞാൻ തന്നെ കണ്ടുപിടിച്ച 2 സെൻറ്റാങ്ക്ലാർട്ടാണ് ഇത്. ഈ സെൻറ്റാങ്ക്ലാർട്ട് ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അതല്ലാണ്ട് ഇത് ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചൊരു സെൻറ്റാങ്ക്ലാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സ്പോട്ടിഫൈ പാട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു, ഞാനാണെങ്കിൽ ഇവിടെ ടി വിയിലിട്ട് ഒരു സിനിമയുടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് ഏത് പാട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഗൈസ്, ഇതെല്ലാവർക്കും പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു പാട്ടോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ സീരീസോ അല്ലെങ്കിൽ നല്ല സ്പോട്ടിഫൈയിലൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ചെയ്യുക ഗൈസ്. സ്കീമിൻ്റെ റിസൾട്ട് വരട്ടെ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സ്ട്രെസ് ഫ്രീ ആവൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ ഫ്രം എ എക്സ് നീറ്റ് ആസ്പിറൻറ്റ്. താങ്ക് യു.